വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോ ഹാപ്പി ഓണം ഗൈസ്. അപ്പൊ നമ്മളെല്ലാവരും ഓണം സെലിബ്രേറ്റ് അല്ലെ, ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ 2-3 വീട്ടില് ക്ഷണമുണ്ട്. നമ്മൾ പോവാണ് ഗൈസ്. ഹാപ്പി ഓണം. ഔട്ട്ഫിറ്റ് ഇതാണ്. ഒലിവ് ഇങ്ങനെയാണ്. നമ്മുടെ ദുവക്കുട്ടിയോ, കുട്ടി ഇങ്ങനെയാണ്. നല്ല മഴയായിരുന്നു ഗൈസ്. എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ലൈറ്റ് ആവണമെന്ന് കരുതി ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിറങ്ങി. ഫസ്റ്റ് പോയത് പ്രീജ ചേച്ചിയുടെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മനോഹരമായ പൂക്കളൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഒലിവും ദിക്റും ബേബിയൊക്കെ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട് ഓണസദ്യ കഴിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് കൂട്ടൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ദുവക്കുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ചമ്മന്തി കേട്ടോ, ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ദിക്രൂനും ഇഷ്ടമായിട്ടുണ്ട്. അവനും എല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് എല്ലാം കഴിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അപ്പൂസിൻ്റെ തറവാട്ടിലേക്കാണ് കേട്ടോ. അപ്പം അവിടെ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. കുട്ടികൾ ഭയങ്കര കളിയാണ്. അപ്പൂസിനെ എവിടെ കണ്ടാലും ഇവർ കളിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി ഇവിടെ നിന്നും ലൈറ്റായിട്ട് കുറച്ച് സദ്യ കഴിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നിഷുക്കുട്ടീനെ കണ്ടു. അപ്പോൾ നിഷുക്കുട്ടീൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. ഒലിവും ദുവം മാത്രമേ ഇരുന്നുള്ളൂ, കാരണം ദിക്രു വേണ്ടാന്ന് പറഞ്ഞു. അവനവിടെ അപ്പൂസിനിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പായസം വന്നിട്ട് എല്ലായിടത്തും ഒരേപോലത്തെ പായസമാണെങ്കിൽ നമുക്കൊരു മടുപ്പായിരിക്കും. പക്ഷെ എല്ലാം ഡിഫറെൻ്റ് ആയത് കാരണം കുഴപ്പമില്ല, നന്നായിട്ട് കഴിച്ച് ടേസ്റ്റ് നോക്കി നമുക്ക് എന്തായാലും കുടിക്കാൻ പറ്റി. ഫോട്ടോ എടുക്കട്ടെ. യോ പശുവിനെ കാണാൻ പോയോ? എന്താ ഫുഡൊക്കെ കഴിച്ചിട്ടോ? ആരാ? പശുവാ? പശു എന്താ തരിക? അങ്ങനെ ഞങ്ങൾ വേറെ 2-3 വീടുകളിലൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം ഫൈനലി കാളിമേച്ചിന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇവിടെ ഒലിവ് പശുവിനെയും കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾ ജസ്റ്റ് പായസം കുടിച്ചു. അങ്ങനെ കുറച്ച് പായസം വീട്ടിലേക്കും കൊണ്ടുവന്നു. അങ്ങനെ ഓണാഘോഷം ഇന്നത്തേത് ഓണാഘോഷം സൂപ്പറായിട്ടുണ്ട്. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ദുവക്കുട്ടിയുടെയും ദിക്രാൻ്റെതും. ഇവർ കുഞ്ഞിലെ ദിക്രു പിന്നെ എന്താ പറയുക ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞിലെ തൃശ്ശൂരിൽ നിന്ന്. അതല്ലാതെ ഇവർ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഓണസദ്യയൊക്കെ കഴിക്കാൻ പോകുന്നത്. ഇവർക്ക് ഫസ്റ്റത്തെ ഭയങ്കര എക്സ്പീരിയൻസ്, ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കും ഇതൊക്കെ. ഈ പ്രാവശ്യത്തെ ഓണം സൂപ്പറായിരുന്നു, നന്നായിട്ട് അടിച്ചു പൊളിച്ചു. നല്ല സദ്യയും പായസമൊക്കെ കഴിച്ചു, നല്ല അങ്ങ് വയറ് നിറച്ച് നല്ല ഉറക്കത്തൂക്കത്തിലായി ഞങ്ങളെല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.